മഗ്നയെ തിരിച്ചറിഞ്ഞാൽ പോലും വെടിവെക്കുക, മയക്കുവെടി വെക്കുക എന്നുള്ളതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. കാരണം അവിടെ ഈ തുറസായ സ്ഥലത്തേക്ക് ആനയെ എത്തിക്കണം, ജനവാസ മേഖലയല്ല എന്ന് ഉറപ്പുവരുത്തണം. വിരണ്ടോടുന്നത് ജനവാസ മേഖലയിലേക്കല്ല എന്ന് ഉറപ്പാക്കണം. അതൊരു തുറസായ പ്രദേശമായിരിക്കണം. വിരണ്ടോടുന്നത് കാട്ടിലേക്കായിരിക്കരുത്, വിരണ്ടോടുന്നത് പുഴയിലേക്കായിരിക്കരുത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. നമുക്കറിയാം, തണ്ണീർക്കൊമ്പൻ താഴേത്തങ്ങാടി ഭാഗത്ത് മാനന്തവാടിയിൽ എത്തിയപ്പോഴും ഈ ആനയെ ഒരു വാഴത്തോപ്പിനകത്തേക്ക് എത്തിച്ച ശേഷമാണ് അവിടെ വെച്ച് വൈകിട്ടായപ്പോഴേക്കും ആനയെ മയക്കുവെടി വെച്ചത്. ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത്, ഇപ്പോൾ വേലൂർ മഗ്ന ഉണ്ട് എന്ന് പറയുന്ന മണ്ണുണ്ടി ആദിവാസി കോളനിയിലെ പിറകിലുള്ള കൈത്തോടിനോട് ചേർന്ന് ആ പൊന്തക്കാട്ടിനകത്ത് വെച്ച് ആനയെ വെടിവെക്കുക സാധ്യമല്ലാത്ത കാര്യമാണ്. അവിടെ വെച്ച് ആനയെ മയക്കുവെടി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആനയെ, കുങ്കി ആനകൾ അവിടെ എത്തിക്കണം. എനിക്ക് പിറകിൽ കാണുന്ന കോന്നി സുരേന്ദ്രനൊക്കെയാണ്. ആ കോന്നി സുരേന്ദ്രനെയും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഭരത് എന്ന് പറയുന്ന കുങ്കി ആനയുണ്ട്. ഈ രണ്ട് താപ്പാനകളെയും സ്ഥലത്തെത്തിച്ച് ഈ താപ്പാനകളെ ഉപയോഗിച്ച് ഇവരെ വാഹനത്തിലേക്ക് കയറ്റാനുള്ളൊരു ആക്സസ് പോയിന്റ് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത, കുങ്കി ആനകളെ എത്തിക്കാൻ പറ്റാത്ത ഒരു മേഖലയിൽ വെച്ച് ഒരിക്കലും മയക്കുവെടി വെക്കാൻ സാധ്യമല്ല. വിക്രം, സൂര്യ എന്നീ രണ്ട് കുങ്കി ആനകളെ കൂടി ഇങ്ങോട്ട് എത്തിക്കും. കുങ്കി ആനകളെ ഇവിടെ നിന്ന് ചേലൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം ഉണ്ടാവണം. മയക്കുവെടി വെക്കാൻ തീരുമാനമായാൽ എനിക്ക് പിറകിൽ കാണുന്ന ഈ രണ്ട് കുങ്കി ആനകളെ, രണ്ട് താപ്പാനകളെയും ഇവിടെ നിന്ന് ചേലൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിലവിൽ ഇങ്ങനെ മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഏറെക്കുറെ കൃത്യം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വയ്ക്കാനല്ല ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നത്. 4 കുങ്കിയാനകളെ ഇവിടെ ക്യാമ്പ്